ഹലോ, ഈ 3x = 2/5 ആവണ്ട. അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഇത്തിരി ഡൗട്ട് വരുന്നതാണല്ലേ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 2/5. മൾട്ടിപ്ലിക്കേഷൻ RHSലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും അല്ലേ. മൾട്ടിപ്ലിക്കേഷനോട്ട് ഡിവിഷൻ ആകും. അപ്പോൾ ഒരു ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പെല്ലാം എഴുതുകയാണെങ്കിൽ /3 ആണ്. ദാറ്റ് മീൻസ് 3/1 is equal to 2/5 into 1/3. Okay, is equal to product of numerator by product of cancel ചെയ്യാനില്ലല്ലോ. അപ്പോൾ 2/15 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ അപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകുമ്പോൾ ഈ 3 ഡിനോമിനേറ്ററിൽ വരുമെന്ന് ഓർമ്മിച്ചാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 3x = 2/5 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 2/5. ഇത് ഡിവിഷൻ ആണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ വരും. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാമെങ്കിൽ ഈസി ആണല്ലേ. ഓക്കെ, അപ്പം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് 3x = 2/5 ആണെങ്കിൽ ബാലൻസിങ് മെത്തേഡ് രണ്ട് സൈഡും ഇൻറ്റു 1/3 കൊടുക്കുന്ന ഇൻറ്റു 1/3 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 3 തന്നെയാണ്. അപ്പോൾ x കണ്ട അവിടെ ഈ 3 ഡിനോമിനേറ്റർ തന്നെ വരും. അപ്പം നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് വരെ ഇതങ്ങ് പഠിച്ചു വെക്കുന്നതാണ് ഈസി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഒറ്റ സ്റ്റെപ്പ്. ദാറ്റ് ഇംപ്ലൈസ് x = 3/7 into 4. ഓക്കെ, is equal to 3/28. ഓക്കെ.